നമുക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ ഫെതേഴ്സ് കുറേ കിട്ടും എന്നൊക്കെ പറയുന്ന ഒരു ചിന്ത ഉണ്ടായിരുന്നു. നാഷണൽ അവാർഡൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ കൂടിയ ഒരു ഇരട്ടി മധുരം എന്നേ ഉള്ളൂ. അവാർഡിന് വേണ്ടിയിട്ടല്ല ആ സിനിമ ചെയ്തത്. അത് അൾട്ടിമേറ്റ്ലി കാലാകാലങ്ങൾ ആ സിനിമ നിൽക്കണം. എപ്പം മനുഷ്യനെ പറ്റി സംസാരിക്കുമ്പോഴും ആ സിനിമയിലെ ഡയലോഗുകൾ സംസാരിക്കണം എന്നുള്ളതൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. അതിപ്പോഴും സംഭവിക്കുന്നുണ്ട് ആ സിനിമയ്ക്ക്. ദേവി വർമ്മ, മഞ്ജുഷ, പോളി ചേച്ചിക്കൊക്കെ അവാർഡ് കിട്ടിയത്. അപ്പം ആ സിനിമയ്ക്ക് എന്ത് അവാർഡ് കിട്ടിയാലും ഞങ്ങൾക്ക് കിട്ടുന്ന പോലെയാണ്. അപ്പം ദേവി വർമ്മ എന്ന് ഇതുവരെയും ഒരു സിനിമയിലോ നാടകത്തിലോ ഒന്നും അഭിനയിച്ചിട്ടുള്ള ആളല്ല. ഒരു വീട്ടിൽ നിന്ന് നമ്മൾ പിടിച്ചുകൊണ്ട് വന്ന് ക്യാമറയുടെ മുന്നിൽ നിർത്തി അഭിനയിപ്പിച്ചാണ്. അപ്പം ദേവി വർമ്മയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ നേരിട്ട് പോയി കണ്ടു. ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു. അപ്പം അപ്പോഴും എൻ്റെ പറഞ്ഞു തരുണ് കിട്ടിയില്ലല്ലോ, തരുണ് കിട്ടി. അപ്പം നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഒരുമിച്ച് സന്തോഷിക്കാമെന്ന് പറഞ്ഞപ്പം എനിക്ക് എന്താ പറയുക, നമ്മൾ ഓൾ ടീം അതിനൊരു കൃത്യമായ വിഷൻ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞൊരു ക്യാമറാമാൻ, അത് കൃത്യമായിട്ട് എഡിറ്റേബിളിൽ വന്നപ്പോൾ അതിൻ്റെ സത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് പോകാണ്ടിരുന്ന ഒരു എഡിറ്റർ, അതിന് കൃത്യമായൊരു യുണീക്കായിട്ടൊരു മ്യൂസിക് എന്ന പാലി, സൗണ്ട് ഡിസൈൻ ചെയ്ത വിഷ്ണു. ഇപ്പം എൻ്റെ ബിനുചേട്ടൻ അഭിനയിക്കുമെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ കഴിഞ്ഞ പടങ്ങളിലൊക്കെ എൻ്റെ കോ ഡയറക്ടർ കൂടിയാണ്. അപ്പം നിനക്ക് എന്താണ് വേണ്ടത്, ഞാനത് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ നമ്മൾ പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ടുവരുമ്പോഴും അതിൻ്റെ സ്ട്രഗിൾസ് ഉണ്ട്. പുതിയ ആർട്ടിസ്റ്റിനെ കൊണ്ട് സീൻ കമ്പോസ് ചെയ്യണം. അപ്പോൾ ആ സ്ട്രഗിൾസ് ഒന്നും നോക്കാണ്ട് ഒപ്പത്തിൽ നിന്ന് ചെയ്യുന്ന ബിനുചേട്ടൻ, എൻ്റെ AD ഡിപ്പാർട്ട്മെൻറ്റ് സനു, മോഹിത്, വിനീത്, അർജുൻ, അങ്ങനെ എല്ലാവർക്കും സന്തോഷം, അഭിമാനമുള്ളൊരു നേട്ടമാണിത്. വലിയ സിനിമാ പശ്ചാത്തലം ഇല്ലാതെ സിനിമയിലെത്തിയ ഒരാളാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയത്തക്ക എന്താ പറയുക, സിനിമയുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറോ അങ്ങനെ അംഗീകാരങ്ങളോടെ എത്തുമ്പോൾ അല്ല, സിനിമ എന്ന് പറയുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തിപ്പെടണം, അതേ അഭിനയിക്കാനൊക്കെ എന്ന് കൊതി. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അത് അഭിനയിപ്പിക്കുകയാണ് വേണ്ടതെന്ന് തോന്നൽ വന്നു. അപ്പം നമുക്ക് മുന്നേ സഞ്ചരിച്ച എല്ലാ ഡയറക്ടറും, നല്ല സിനിമ ഉണ്ടാക്കിയവരുടെയും അല്ലെങ്കിൽ ഒരു ആവറേജ് സിനിമ ഉണ്ടാക്കിയെന്ന് ജനങ്ങൾ പറയുന്നവരുടെയും അല്ലെങ്കിൽ മോശമെന്ന് ജനങ്ങൾ പറഞ്ഞവരുടെയൊക്കെ സിനിമകൾ കണ്ടും കേട്ടും അറിഞ്ഞും അവരുടെ ഇൻ്റർവ്യൂസ് കണ്ടും ഒക്കെയാണ് സിനിമ പഠിച്ചത്. അല്ലാണ്ട് മറ്റൊരു സിനിമയിൽ നിന്ന് ഇൻസ്പയർ ചെയ്തിട്ട് പല കഥകളും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ഒരു സെൽഫ് ലേൺഡാണ് ഞാൻ പറഞ്ഞത്. അത് എപ്പോഴും നല്ലതാകണമെന്നില്ല. നമുക്ക് നമ്മുടെ കൂടെയുള്ള ടീം നന്നാവുമ്പോഴാണ് എപ്പോഴും നല്ല സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പം എനിക്ക് ഈ കഴിഞ്ഞ 3 സിനിമകൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമകളൊക്കെ നമുക്ക് ദൈവം സഹായിച്ച് നല്ലൊരു ടീം ഉണ്ടാവാറുണ്ട്. ആ ടീം നല്ലതാകുമ്പോൾ അവിടെ ഒരു നല്ല വൈബ് ഉണ്ടാവും. നല്ല വൈബിലാണ് നല്ല ആർട്ട് ഉണ്ടാകുന്നത് വിശ്വസിക്കുന്നു. മൂന്നാമത്തെ സിനിമയുടെ ലാലേട്ടൻ്റെ സിനിമയാണ്. അതിൻ്റെ എഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു അവാർഡിൻ്റെ കാര്യം അറിയുന്നത്. കുറേ ദിവസമായിട്ട് ഞങ്ങൾ രാപ്പകൽ അതിൻ്റെ എഡിറ്റിങ്ങും ഡബ്ബിങ്ങൊക്കെ തുടങ്ങാനുള്ള ഇതിലാണ് നിൽക്കുന്നത്. അപ്പം അത് ഈ പറയുന്ന പോലെ ഒരു നല്ല സിനിമയായിരിക്കും. നമുക്കെല്ലാം നല്ല സിനിമയാകും. നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യുന്നൊരു സിനിമയാണ്, ഭയങ്കര ഹൃദയത്തിൽ നിന്ന് ചെയ്യുന്ന സിനിമയാണ്. ലാലേട്ടൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിനോടുള്ള ഞങ്ങളുടെയൊക്കെ കൊതിയാണ് ആ സിനിമ. അപ്പം അത് അതിൻ്റെ ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കൊക്കെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. ഇത് നന്നായി വന്നിട്ടുണ്ടല്ലേ, നമുക്ക് ചെയ്യാൻ പറ്റുമല്ലേ എന്നൊക്കെ പറയുന്നത് എല്ലാ ദിവസവും ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഭാഗ്യമുള്ള സിനിമയായിട്ട് മാറട്ടെ. ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സക്സസിൻ്റെ ഫോർമുലകളൊന്നും അല്ല ഞാൻ പറയണത്. അത് ആളുകൾക്ക് ഇഷ്ടപ്പെടണം. കാലങ്ങൾ കഴിയുമ്പോഴും അങ്ങനെ ഒരു സിനിമ അവർ ചെയ്തു, ലാലേട്ടൻ വെച്ച് ചെയ്തു എന്നൊക്കെ പറയുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. സൗദികളിലൊക്കെ വലിയൊരു പ്രചരണമൊന്നും ഇല്ലാതെ വന്ന് നൈസായിട്ട് വന്നു, പക്ഷേ വലിയ പ്രേക്ഷക പിന്തുണ ആർജിച്ച സിനിമയാണ്. അല്ല, സൗദി വെള്ളക്ക പോലത്തെ ഒരു ഇന്നത്തെ ഒരു ഫിലിം ബാക്ക്ഗ്രൗണ്ടിൽ സൗദി വെള്ളക്ക പോലത്തെ ഒരു ചിന്തയൊന്നും ഒരു പ്രൊഡ്യൂസറും അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. നമ്മൾ പറഞ്ഞൊരു 85 വയസ്സുള്ള സ്ത്രീനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് സാധ്യത കണ്ടെത്തിയ നിർമ്മാതാക്കൾക്കാണ് ഫസ്റ്റ് അതിൻ്റെ ഒരു കൈയടി. അത് പലപ്പോഴും ആരും സംസാരിക്കാറില്ല. പക്ഷേ അവിടെ നിന്ന് തുടങ്ങി ഒരാൾ പോലും ആ സിനിമയിൽ അസോസിയേറ്റ് ചെയ്യാൻ വന്ന ഒരാളോ ടെക്നീഷ്യനൊന്നും ഇത് നീ ചെയ്യേണ്ട സിനിമയല്ല എന്നെൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ല. ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടില്ല. ഇത് ചെയ്യണം തരുണിൻ്റെ ഫിലിമോഗ്രഫിയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഫിലിമോഗ്രഫിയിൽ സൗദി വെള്ളയ്ക്ക് ഉണ്ടാവണം എന്ന് പറയുന്നൊരു എക്സൈറ്റ്മെൻറ്റ് ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ എക്സൈറ്റ്മെൻറ്റിൻ്റെ പുറത്ത് നമ്മൾ ഇറങ്ങി തിരിച്ചൊരു സിനിമയാണ്. അത് എല്ലാവരുടെയും, ഞാൻ പറഞ്ഞില്ല, എല്ലാവരുടെയും ഇപ്പം നല്ല നമ്മൾ കണ്ട എഴുതിയ കാഴ്ച അതേപോലെ കാണാൻ തയ്യാറായ ഒരു ക്യാമറാമാൻ, ശരണ പോലത്തെ ഒരു ക്യാമറാമാൻ, അത് എഡിറ്റ് ചെയ്യാൻ കൂടെ നിന്നൊരു അതിൻ്റെ മ്യൂസിക്കൽ സ്പേസ് കണ്ടെത്തിയ പാലി, സൗണ്ട് ഡിസൈൻ. ഞാൻ സൗണ്ടൊക്കെ പറഞ്ഞ് എനിക്ക് കോടതിയിൽ കയറിയ പോലെ തോന്നണം എന്നൊക്കെയാണ് പറഞ്ഞത്. അതേപോലെ അതിന് വേണ്ടി അത് നിസ്സാര എഫേർട്ടല്ല. നമ്മൾ ഇപ്പം ഭയങ്കര ലൗഡിന് പിന്നാലെ പോകുമ്പോൾ വളരെ സട്ടിലായിട്ടുള്ളൊരു ഡിസൈനിങ് ഒക്കെ ചെയ്യാൻ തയ്യാറായ അവർ. അതൊരു അൾട്ടിമേറ്റ് ടീം വർക്ക് അതിൻ്റെ റിസൾട്ട്.